ചന്ദനക്കട്ട്. ചേട്ടത്തിന്റെ ഏടുകളിലേക്ക് വെളിച്ചം വീശുന്ന ഈ കവിത കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. ചന്ദനക്കട്ട്. വേമ്പല നാട്ടിലെ തമ്പുരാന്റെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. വേമ്പല നാട്ടിലെ തമ്പുരാന്റെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. കട്ടിൽ കടയുവാനായി കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. കട്ടിൽ കടയുവാനായി കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. വേമ്പലനാട് ഇന്നത്തെ കോട്ടയം. പണ്ട് കാലങ്ങളിൽ കട്ടിൽ കിടക്കുവാനുള്ള സൗഭാഗ്യം തമ്പുരാന്മാർക്കും തമ്പുരാട്ടിമാർക്കും മാത്രമേ ഉള്ളൂ എന്നതാണ് സത്യം. പൊതുജനങ്ങൾ തറയിൽ പായിട്ട് കിടന്നു കൊള്ളണം. കട്ടിലിൽ കിടക്കാൻ വിധിക്കപ്പെട്ട തമ്പുരാട്ടിക്ക് കട്ടിലില്ലാഞ്ഞിട്ടല്ല, പുതിയ മട്ടിൽ ചന്ദനം കൊണ്ട് തന്നെ ഒന്ന് വേണം. ആനക്കൊമ്പാകണം മേല പിന്നെ ആനമുഖം വേണം കാലുകളിൽ. ആനക്കൊമ്പാകണം മേല പിന്നെ ആനമുഖം വേണം കാലുകളിൽ. തമ്പുരാട്ടിയുടെ മോഹം അറിഞ്ഞ ഉടൻ തന്നെ തമ്പുരാൻ കൽപ്പന. ആരണ്ടേ മേനോക്കേച്ചനോട് വരാൻ പറയും. മേനോക്കേച്ചന്മാർ കാര്യസ്ഥനാണ്. തമ്പുരാന്റെ കൽപ്പന കേട്ട ഉടൻ തന്നെ മേനോക്കേച്ചന്മാരും മേനന്മാരും തച്ചന്മാരും നായന്മാരും ഒക്കെ ഒരു വൻ പടയായി വക്കത്തിൽ കോടാലിയും എടുത്ത് തമ്പുരാനെ ഓച്ചാനിച്ച് തൊഴുതിറങ്ങി. ചന്ദനമരം തേടിയെത്തുന്ന അവരുടെ മുന്നിൽ തമ്പുരാട്ടിയുടെ രൂപഭംഗി തെളിയുകയാണ്. തഴമ്പു കൊണ്ടു കടഞ്ഞ പോലെ താവുകളി പൂണ്ട തമ്പുരാട്ടി. തഴമ്പു കൊണ്ടു കടഞ്ഞ പോലെ താവുകളി പൂണ്ട തമ്പുരാട്ടി. കാലുകിലിന്റെ മണം പുരണ്ടും കണ്ണുകാലോളം ചൂരണ്ടിരുണ്ടും മുല്ലപ്പൂമാല യോതിർത്തുമിന്നും നല്ല മുടിയാർന്ന തമ്പുരാട്ടി. വേമ്പല നാട്ടിലെ തമ്പുരാട്ടി. കുറ്റിക്കാടുകളും തെങ്ങുകളും വയലുകളും താണ്ടി അവർ ഒരു അരുവിയുടെ തീരത്തെത്തി. ചന്ദനമരം തേടിയില്ലെന്ന അവരുടെ കാതുകളിൽ തമ്പുരാന്റെ കൽപ്പന മുഴങ്ങുകയാണ്. തടിമൂത്ത ചന്ദനം കൊണ്ടല്ലാതെ പടികടന്നാരും വരേണ്ട നാളെ. തലയിൽ ചൊറിഞ്ഞു തിരിച്ചു വന്നാൽ തലയോട് കൂടി വിടില്ലൊരാളെ. നടന്ന് നേരം ഉച്ചയായി. വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യാതായപ്പോൾ കയ്യിൽ കരുതിയിരുന്ന പൊച്ചോറുണ്ണുവാനായി ഒരു അരുവിയുടെ അരികിലേക്ക് ഇരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഒരാൾ ചോദിച്ചു, അങ്ങോട്ട് നോക്കൂ, അത് എന്താണത്? അരുവിതൻ വക്കിൽ കുറച്ചകലത്ത് ഒരു മരം ചന്ദനം തന്നെയല്ലേ. പല മരം കണ്ടു തഴക്കമന്ന തലവനാശാരി നെറ്റിക്കു നേരെ ഇടതു കൈ പത്തി വിലങ്ങനെ വച്ച് ഇടതു പൂരികം കുറിച്ചു നോക്കി. ഇല ചന്ദനം തന്നെ. ഇത് കേട്ട ബാധി അരുവി കൈകഴുകി എല്ലാവരും ആ ചന്ദനമരത്തിന് നേരെ കുതിച്ചു. ഒരാൾ ഒരു ചെറു ചില്ല് വെട്ടിയെടുത്ത് മനസ്സ് നോക്കി. ആഹാ, നാരചന്ദനത്തിന്റെ തണുത്ത ഗന്ധം. അവർ തോർത്ത് തലയിൽ കെട്ടി വാക്കത്തിൽ കോടാലി പടുത്ത് ആ ചന്ദനമരത്തിന് നേരെ ആണി വീശിയപ്പോൾ അതാ ഒരു ശബ്ദം, ഒരു കരച്ചിൽ. വെട്ടല്ലേ കൊത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ. പിന്നെ കോടാലികൾ പൊങ്ങിയില്ല. അവർ നിന്നിടത്തു തന്നെ പരസ്പരം നോക്കി. ആരുടെയാണ് ശബ്ദം? എവിടെ നിന്നാണ് ശബ്ദം? ഇനി വല്ല വനദേവതയും മറ്റോ ആണോ? ഇനി വല്ല പക്ഷിയും മറ്റോ ആണോ?
നമുക്ക് തിരിച്ചു പോകാം. ചന്ദനമരമില്ലാതെ എങ്ങനെ തിരിച്ചു പോകും? തമ്പുരാൻ കൽപ്പിച്ച കൽപ്പനയോ മുന്നേക്കൊന്നു മിഴിച്ചു നോക്കി. ഇരുമുള്ള പോരാ, ചടച്ചി പോരാ, തമ്പുരാൻ കൽപ്പിച്ചിരിക്കയല്ലേ. തടി കൂടാതെ അങ്ങോട്ട് ചെന്നു പോയ തടിയും